ഞാൻ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ കണ്ടു. എങ്ങനെയാണ് കാണുന്നത്? കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമ, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമ. പടച്ചോനെ, എന്നെ ഈ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി കൊണ്ടുപോകണേ. ഇതാണ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുന്നത്. നിരന്തരമായ പ്രാർത്ഥന ഇത് മാത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ്. ഇദ്ദേഹം എപ്പോൾ നോക്കിയാലും പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഇതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഒരു സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഇതെന്താണ് ഈ ദുആ തന്നെ നാളെ വേറൊന്നും വായിക്കാനില്ല, അല്ലാഹുവിന്റെ കഅബല്ലേ, ഒരുപാട് ദുആ കൊണ്ട് ഉത്തരം കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് എന്തെല്ലാം ദ്വാരക്കാനുണ്ട്, ഇത് മാത്രം ദ്വാരക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, എന്റെ അവസ്ഥ എങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളും ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കൂ. അതെന്താണ് ഇതിന് കാരണം വെച്ചപ്പോ അയാൾ പറഞ്ഞു, എൻ്റെ ഒരു ജ്യേഷ്ഠ ഉണ്ടായിരുന്നു, എൻ്റെ അബ്ദുൽ കബീർ, ഒരു മൂത്ത സഹോദരൻ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ 40 കൊല്ലം 40 കൊല്ലം മുഅദ്ദിനാണ്, ബാങ്ക് കൊടുത്ത മനുഷ്യനാണ്. അതാണ് നിങ്ങൾ ഒരു പ്രതിഫലക്ഷയും ഇല്ലാതെ, ഒരു ഭൗതിക താല്പര്യമില്ലാതെ, ശമ്പളം ആഗ്രഹിക്കാതെ 40 കൊല്ലം ബാങ്ക് കൊടുത്ത മനുഷ്യൻ മരണസമയത്ത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഖുർആൻ കൊണ്ട് അതൊന്ന് കെട്ടിപ്പിടിച്ച് മരിക്കാനായിരിക്കും. പക്ഷേ എന്റെ സഹോദരൻ പറയാണ്, ആ ഖുർആൻ കയ്യിലെത്തിയപ്പോൾ അത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാണ്, ഇന്നി ബരീഉം മിൻ, ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. നോക്കണേ നിങ്ങൾ, 40 കൊല്ലം അള്ളാഹുവിന്റെ ബാങ്ക് വിളിച്ച മനുഷ്യൻ പറയാണ്, ഞാൻ ഈ ഖുർആനിൽ നിന്ന് അതിന്റെ നിയമങ്ങളിൽ നിന്ന് ഒഴിവായി ഞാൻ ഇപ്പൊ കാഫിറായി മരിക്കാൻ പോവുകയാണ്. ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ്, കുഫ്ർ പ്രഖ്യാപിച്ചിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ എന്റെ അനിയൻ ആ സ്ഥാനം ഏറ്റെടുത്തു. എന്റെ അനിയനും 30 കൊല്ലം ബാങ്ക് വിളിച്ചു. ഇതേപോലെ എന്റെ അനിയനും കാഫിറായിക്കൊണ്ട് അവസാനം